എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനും ഉള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 17. മൈത്രേയ മഹർഷിയും വിദുരരും തമ്മിലുള്ള സംസാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ബ്രഹ്മദേവനോട് സഹായം എന്താണ് ഈ ലോകങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അന്ധകാരം വ്യാപിക്കാനുള്ള കാരണമെന്ന് ചോദിച്ച് ചെല്ലുകയാണ് ദേവന്മാർ. അപ്പോൾ അതിൻ്റെ കാരണം ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുള്ള പരിഹാരം എന്ത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് പ്രകൃതി നിശ്ചയമാണ്, ഭഗവാന്റെ ഇച്ഛയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിഹാരവും ഭഗവാൻ തന്നെ കണ്ടുകൊള്ളുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പറയുന്നതെല്ലാം കേട്ടപ്പോൾ ഭയമൊക്കെ പോയിട്ട് ദേവന്മാർ അങ്ങനെ ദേവലോകത്തെ സ്വന്തം ഗ്രഹങ്ങളിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ദിതി 100 വർഷം ഗർഭത്തിൽ ആ 2 മക്കളെ കൊണ്ട് നടന്ന് 100 വർഷം പൂർത്തിയായപ്പോൾ ദിതി പ്രസവിക്കുകയാണ് 2 അസുരന്മാരായിട്ടുള്ള പുത്രന്മാരെ. അവർ ജനിച്ചപ്പോൾ തന്നെ ത്രിലോകങ്ങളിലും അതിൻ്റേതായ ഒരു ദുർനിമിത്തങ്ങളായിരുന്നു കണ്ടിരുന്നത്. അതായത് ഭൂമി കുലുക്കം ഉണ്ടാവുക, കാട്ടുതീ പടർന്നു പിടിക്കുക, ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കുക, ചുഴലിക്കാറ്റ് വീശുക, അതുപോലെ ചുഴലിക്കാറ്റ് വീശുന്നു, സമുദ്രങ്ങളൊക്കെ വലിയ വലിയ തിരമാലകൾ വന്നിട്ട് സമുദ്രങ്ങൾ പ്രക്ഷുബ്ധമാകുന്നു, നദികളും തടാകങ്ങളും പ്രക്ഷുബ്ധമാകുന്നു, ഇടിമിന്നൽ വരുന്നു, കാർമേഘങ്ങൾ മൂടിയിട്ട് ആകാശമാകെ ഇരുട്ട് ആയി ഒരു സ്ഥലവും കാണാൻ പറ്റാത്ത രീതിയിൽ അന്ധകാരം, എല്ലായിടത്തും അന്ധകാരം വ്യാപിക്കുന്നു, സമുദ്രങ്ങളും നദികളൊക്കെ വറ്റുന്നു, പ്രക്ഷുബ്ധമാകുന്നു, താമരപ്പൂക്കളൊക്കെ ഉണങ്ങിപ്പോകുന്നു. അത് മാത്രമല്ല നഗരങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നായകൾ, അതുപോലെ മൂങ്ങ, കുറുനരി, കുറുക്കൻ ഇവയൊക്കെ അപശബ്ദങ്ങൾ, ഒരു രോദനം പോലെയുള്ള അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. കഴുതകൾ അവയുടെ കുളമ്പുകൊണ്ട് ഭൂമിയിൽ കുത്തുന്നു, കരയുന്നു. കഴുതകളുടെ കരച്ചിൽ കേട്ട് ഭയന്ന് പക്ഷികളൊക്കെ കൂടുകളിൽ നിന്ന് പറന്നു പോകുന്നു. അതുപോലെ കന്നുകാലികൾ തൊഴുത്തിനകത്ത് മലമൂത്ര വിസർജനം അസമയത്ത് ചെയ്യുന്നു. പശുക്കളുടെ അകിടിൽ നിന്നും ചോരയാണ് വരുന്നത്. അതുപോലെ കാർമേഘങ്ങൾ മഴയല്ല പെയ്യുന്നത്, മലമാണ്, അതായത് അഴുക്കാണ് പെയ്തുകൊണ്ടിരുന്നത് കാർമേഘങ്ങളിൽ നിന്നൊക്കെ. ഇങ്ങനെ എല്ലായിടത്തും ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ ബ്രഹ്മദേവനും സനകാദി മഹർഷിമാരും ഒഴികെയുള്ള മറ്റെല്ലാവരും ഭയന്നു. ഇത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമാണോ ഈ കാണുന്നത് എന്ന് അവർ ചിന്തിച്ചു പോയി. പക്ഷെ ബ്രഹ്മാവിനും അറിയാം, സനകാദികൾക്കും അറിയാം, ഇത് ജയവിജയന്മാരുടെ ജനനം, അവർ ഭൂമിയിലെ 2 അസുരന്മാരായി ജനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ പ്രഭാവമാണ് ഈ ലോകങ്ങളിലൊക്കെ ഇതുപോലെ അന്ധകാരം, ഇതുപോലെയുള്ള ദുർലക്ഷണങ്ങൾ കാണിക്കുന്നത് അവരുടെ ജനനത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് എന്ന് സനകാദികൾക്കും മനസ്സിലായി. അതുകൊണ്ട് അവർ ഭയന്നില്ല, ബാക്കിയുള്ള എല്ലാവരും ഭയന്ന് വിറച്ചു. അവിടെ വരെയുള്ള ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ 16ാമത്തെ ശ്ലോകം. തൗ ആദി ദൈത്യ സഹസാ വ്യജ്യമാന ആത്മപുരുഷൗ വവൃദാദേ അശമസാരേണ കായേന അദ്രിപതി ഇവ. തൗ ആദി ദൈത്യൗ സഹസാ വ്യജ്യമാന ആത്മപുരുഷൗ വവൃദാദേ അശമസാരേണ കായേന അദ്രിപതി ഇവ. തൗ ആ 2
ആദിദൈത്യവും തൗ എന്ന് വെച്ചാൽ 2 പേര്. ആദി എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായ ദൈത്യന്മാർ, 2 അസുര രാജാക്കന്മാരായിട്ടുള്ള ഇവർ 2 പേരും സഹസ വളരെ പെട്ടെന്ന് തന്നെ വ്യജ്യമാന വ്യക്തമാക്കിയെന്ന് ആത്മപൗരുഷവും പുരുഷവും അവരുടെ വ്യക്തിത്വം, അവരുടെ ആ പൗരുഷം വ്യക്തമാക്കുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ വവൃതാതെ വളർന്നു വന്നു. അശമസാരേണ എന്ന് വെച്ചാൽ ഉരുക്ക്, ഇരുമ്പുരുക്ക് പോലെയുള്ള കായേന ശരീരത്തോടു കൂടിയിട്ട് അദ്രിപതി 2 മഹാപർവ്വതങ്ങൾ ഇവ പോലെ അവരുടെ ശരീരം വളർന്നു വരാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെയാണ്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിലെ ആദ്യത്തെ ദൈത്യന്മാരായിട്ടുള്ള അസുരന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അവർ 2 പേരും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പൗരുഷം വ്യക്തമാക്കുന്ന രീതിയിൽ വളരെ ഭീമാകാരമായ ശരീരത്തോടു കൂടിയിട്ട് 2 മഹാപർവ്വതങ്ങളെ പോലെ അവരുടെ ശരീരം വളർന്നു വരാൻ തുടങ്ങി. ഇനി അവരുടെ ശരീരം എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത്. ശ്ലോകം 17. ദിവിസ്പൃശൗ ഹേമ കിരീട കോടിവിഹി നിരുദ്ധ കാഷ്ടൗ സ്ഫുരത് അംഗദാ ഭുജൗ ഗാം കമ്പയന്തൗ ചരണേ പദേ പദേ കട്യ സുകാഞ്ച്യ അർക്കം അദീത്യ തസ്തുഹു. ദിവിസ്പൃശൗ ഹേമ കിരീട കോടിവിഹി നിരുദ്ധ കാഷ്ടൗ സ്ഫുരത് അംഗദാ ഭുജൗ ഗാം കമ്പയന്തൗ ചരണേ പദേ 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 കട്യ സുകാഞ്ച്യ അർക്കം അദീത്യ തസ്തുഹു. അതായത് ഹേമകിരീട കോടിബിഹി, ഇവരുടെ ഈ 2 അസുരന്മാരുടെ തലയിലിരിക്കുന്നത് സ്വർണം കൊണ്ട് നിർമ്മിച്ച കിരീടമാണ്. കോടിബിഹി എന്ന് വെച്ചാൽ അതിൻ്റെ അഗ്രഭാഗം, അതിൻ്റെ മകുടമായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ കിരീടത്തിൻ്റെ അഗ്രഭാഗം. ദിവിസ്പൃശവും ആകാശമുട്ടയാണെന്ന് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത്രയ്ക്ക് ഉയരമാണ് അവർക്കുണ്ടായിരുന്നത് എന്നർത്ഥം. അവരുടെ ശരീരത്തെയാണ് അവിടെ പറയുന്നത്. അവർ ആ 2 അസുരന്മാരുടെയും ശിരസിലിരിക്കുന്ന സ്വർണം കൊണ്ടുണ്ടാക്കിയ കിരീടത്തിൻ്റെ അഗ്രഭാഗം ആകാശം മുട്ടുന്ന ഉയരത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഉയരമുള്ള ശരീരം. ഇനി നിരുദ്ധ കാഷ്ടവും, അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നിരുദ്ധ എന്ന് വെച്ചാൽ തടസ്സപ്പെട്ടു എന്ന്, കാഷ്ടവും എന്ന് വെച്ചാൽ ചുറ്റും, ഒരു ദിക്കുകളും കാണാൻ പറ്റില്ല എന്ന്, അത്രയ്ക്ക് തടിയുണ്ട് എന്നർത്ഥം. അപ്പം ശരീരത്തിൻ്റെ ആ വലുപ്പമാണ് പറയുന്നത്. അത്രയ്ക്ക് വലുപ്പമുള്ള ശരീരം, അവർ നിന്ന് കഴിഞ്ഞാൽ ദിക്കുകൾ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് വലുപ്പമുള്ള ശരീരമായിരുന്നു അവരുടെ. ഇനി സ്ഫുരത് അംഗദാ ഭുജവും, അതായത് സ്ഫുരിക്കാന്ന് വെച്ചാൽ വെട്ടിത്തിളങ്ങുന്ന കയ്യിലുള്ള കൈവളകൾ, ആ കൈവളകളാൽ വെട്ടിത്തിളങ്ങുന്ന ഭുജവും കൈകളുണ്ട്. ഇനി ഗാം ഭൂമി, കമ്പയന്തവും എന്ന് വെച്ചാൽ ഇങ്ങനെ കുലുങ്ങുന്ന രീതിയിൽ ചരണേ പാദങ്ങൾ പതേ പതേ അവരുടെ ഓരോ അടിവെപ്പും പാദങ്ങൾ കൊണ്ട് കാൽപാദങ്ങൾ ഓരോന്ന് വെക്കുമ്പോഴും ഭൂമി കിടന്ന് കുലുങ്ങായിരുന്നു. അത്രയ്ക്ക് വലിയ ശരീരമായിരുന്നു, അത്രയ്ക്ക് ബലവാന്മാരുമായിരുന്നു, ബലമുള്ളവരുമായിരുന്നു അവർ. ഇനി കട്യാസു കാഞ്ച്യ, അരക്കെട്ടിലെ നല്ല വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ അരപ്പട്ട ചുറ്റിയിട്ടുണ്ട്. അങ്ങനെ അർക്കം അദീത്യ, സൂര്യനെ വെല്ലുന്ന പ്രഭയുള്ളവരായി തസ്തുഹു, അവരവിടെ നിന്നു, അവരങ്ങനെ മുന്നിൽ നിന്നു എന്ന്, അത്രയ്ക്ക് വലിയ അവരായി നിലകൊണ്ടു എന്നർത്ഥം. അപ്പോൾ ശിരസിൽ വെച്ചിരിക്കുന്ന സ്വർണ്ണക്കിരീടത്തിൻ്റെ മകുടഭാഗം ആകാശം മുട്ടുന്ന അത്രയ്ക്ക് ഉയരം. അവർ വന്ന് നിൽക്കുമ്പോൾ ദിക്കുകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വലുപ്പമുള്ള ശരീരം, കൈവളകൾ കൊണ്ട് തിളക്കമുള്ള കൈകൾ, പാദങ്ങളുടെ ഓരോ അടിവെപ്പ് കൊണ്ടും ഭൂമി കിടന്ന് കുലുങ്ങി മറയുന്ന രീതിയിലുള്ള അത്രയും വലുപ്പമുള്ള ബൃഹത്തായിട്ടുള്ള ശരീരം, അരക്കെട്ടിൽ തിളങ്ങുന്ന അരപ്പട്ട ചുറ്റിയിട്ടുണ്ട്, എല്ലാം കൊണ്ടും സൂര്യനെ വെല്ലുന്ന പ്രഭയായിരുന്നു എന്ന്. അങ്ങനെയാണ് അവർ നിലകൊണ്ടത്. ശ്ലോകം 18. പ്രജാപതി നാമ തയോ അകാർഷീത് യഹ പ്രാക് സ്വദേഹാദ് യമയോഹോ അജായതഃ തം വൈ ഹിരണ്യകശിപും വിദുഃ പ്രജാ യം തം ഹിരണ്യാക്ഷം അസൂത സ അഗ്രത. പ്രജാപതി നാമ തയോഹോ അകാർഷീത് യഹ പ്രാക് സ്വദേഹാദ് യമയോഹോ അജായതഃ തം വൈ ഹിരണ്യകശിപും വിദുഃ പ്രജാ യം തം ഹിരണ്യാക്ഷം അസൂത സാഗ്രത. ഇവിടെ പ്രജാപതി എന്ന് പറയുന്നത് കശ്യപ പ്രജാപതി, ഇവരുടെ അച്ഛനാണല്ലോ, ദിതിയാണ് അമ്മ. അപ്പോൾ പിതാവായിട്ടുള്ള കശ്യപ മഹർഷി നാമകരണം തയോ എന്ന് വെച്ചാൽ 2 പേർക്കും അകാർഷീത് എന്ന് വെച്ചാൽ നിർവഹിച്ചു. അവരുടെ പിതാവായ കശ്യപ മഹർഷി അവരുടെ ആ 2 മക്കളുടെയും നാമകരണം നിർവഹിച്ചു. അതെങ്ങനെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. യഹ എന്ന് വെച്ചാൽ ആരാണ്, പ്രാക് ആദ്യം, സ്വദേഹാത് സ്വന്തം ശരീരരൂപമാകുന്ന ഭ്രൂണം, ആ ഭ്രൂണരൂപത്തിൽ യമയഹ എന്ന് വെച്ചാൽ ആ ഇരട്ടകളിൽ അജായത
ഉണ്ടായത്. മനസ്സിലായ? തം വൈ അവനെയാണ് ഹിരണ്യകശിപു വിദു, ഹിരണ്യകശിപു എന്ന് പ്രജാവിദു ജനങ്ങൾ പറഞ്ഞിരുന്നത്. മനസ്സിലായ? അപ്പോൾ ഇവിടെ പറയുന്നത് പ്രസവിച്ച കാര്യമല്ല, ദിതിയുടെ ഗർഭത്തിൽ 2 ഇരട്ട പുത്രന്മാരുണ്ടായപ്പോൾ ഏറ്റവും ആദ്യത്തെ വീര്യത്തിൻ്റെ ആദ്യത്തെ തുള്ളിയെ സ്വീകരിച്ചിട്ട് അതിൽ നിന്നും ആദ്യമുണ്ടായ ഭ്രൂണം, മനസ്സിലായോ? പ്രസവിച്ചതല്ല, ഗർഭത്തിൽ ആദ്യമുണ്ടായ ഭ്രൂണം. ആ ഭ്രൂണം ഈ 2-ൽ ആരാണോ ആദ്യം ഒരു ഭ്രൂണ രൂപത്തെ സ്വീകരിച്ചു വന്നത്, വീര്യത്തിൻ്റെ ആദ്യ തുള്ളിയെ സ്വീകരിച്ചിട്ട് ഏറ്റവും ആദ്യം ദിതിയുടെ ഗർഭത്തിൽ ഭ്രൂണത്തിൻ്റെ രൂപത്തിൽ ഉണ്ടായത് ജനിച്ചത് ആരാണോ അവനെയാണ് ഹിരണ്യകശിപു എന്ന് പറയുന്നത്. ഇനി യം ആരെയാണോ ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കുന്നത്, അസൂത എന്ന് വെച്ചാൽ പ്രസവിച്ചത്, സ അഗ്രത, സ എന്ന് വെച്ചാൽ അവൾ, ദിതി അഗ്രത ഏറ്റവും ആദ്യം ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ടത് ആരെയാണോ അവനെയാണ് ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സംഭവം പറയുന്നത്, നമ്മളെപ്പോഴും ഇരട്ടക്കുട്ടികളെ പ്രസവിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാണ് പുറത്തേക്ക് തല കാണുന്നത് ആരുടെയാണോ ഏറ്റവും ആദ്യം വരുന്ന ആള് മൂത്ത കുട്ടി, രണ്ടാമത് പിന്നാലെ വരുന്നത് രണ്ടാമത്തെ കുട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ വേദങ്ങൾ അനുശാസിക്കുന്ന രീതി പ്രകാരം പറയുന്നത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മ ആ വീര്യത്തിൻ്റെ ആദ്യത്തെ തുള്ളിയെ സ്വീകരിച്ചിട്ട് അമ്മയുടെ ഗർഭത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഭ്രൂണം, മനസ്സിലായോ? അതാണ് ആദ്യത്തെ കുഞ്ഞ്. പിന്നെ രണ്ടാമത്തെ തുള്ളിയെ സ്വീകരിച്ചുണ്ടാകുന്ന രണ്ടാമത്തെ ഭ്രൂണം. ഈ ആദ്യത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പിന്നാലെയാണ് വളരുന്നത് എന്നാണ് പറയുക. അങ്ങനെയാണ് പറയുന്നത്. ആദ്യം ഉണ്ടായ കുഞ്ഞ് രണ്ടാമത്തെ ഭ്രൂണത്തിൻ്റെ വളർച്ച എങ്ങനെയാണോ അതേപോലെ അതിനെ നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെയാണ് ആദ്യത്തെ ഭ്രൂണം വളരുകയെന്ന്. അപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ടാമത്തെ ഭ്രൂണമായിരിക്കും. അപ്പോഴാണ് പിന്നാലെ ആദ്യത്തെ ഭ്രൂണവും കുഞ്ഞായിട്ട് വളർന്ന് പുറത്തേക്ക് വരിക. അപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ടാമത്തെ ഭ്രൂണാണെന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ രണ്ടാമതുണ്ടായ ഭ്രൂണമാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. ആദ്യം ഉണ്ടായ ഭ്രൂണം രണ്ടാമതായിട്ടാണ് പുറത്തേക്ക് വരിക. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിൽ നിഗമനത്തിൽ തല പുറത്തേക്ക് കാണുന്ന ആദ്യത്തെ കുഞ്ഞ് അത് മൂത്ത കുട്ടി, രണ്ടാമത് വരുന്ന രണ്ടാമത്തെ കുട്ടി. പക്ഷെ ശരിക്ക് പുറത്തേക്ക് ആദ്യം വരുന്നത് ഗർഭപാത്രത്തിൽ രണ്ടാമതുണ്ടായ കുട്ടിയാണെന്നാണ് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ഏറ്റവും ആദ്യം ഉണ്ടായ ഭ്രൂണം. അപ്പം ശരിക്കും മൂത്തത് എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന കുഞ്ഞാണ്. കാരണം അതാണ് അമ്മയുടെ ഗർഭത്തിൽ ആദ്യം ഉണ്ടായ ഭ്രൂണം. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ രണ്ടാമതേ വരൂ. കാരണം ആ ഭ്രൂണം രണ്ടാമതുണ്ടാകുന്ന ഭ്രൂണത്തിൻ്റെ പിന്നാലെ വളരുള്ളൂ. മനസ്സിലായ? രണ്ടാമതുണ്ടാകുന്ന ഭ്രൂണമാണ് ആദ്യം വളരുന്നത്, പുറത്തേക്ക് വരുന്നതും അതിൻ്റെ പിന്നാലെയാണ് രണ്ടാമത്തെ ഏറ്റവും ആദ്യം ഉണ്ടായ ഭ്രൂണം വളരുള്ളൂ. അപ്പോൾ പുറത്തേക്ക് വരുന്നതും രണ്ടാമത്തെ കുഞ്ഞായിരിക്കും ആദ്യം ഉണ്ടായ കുഞ്ഞ് രണ്ടാമതാണ് വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരെ തലതിരിച്ചാൽ കാണണേന്ന് അർത്ഥം. ഇരട്ടകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ആദ്യം വന്ന കുട്ടി മൂത്ത കുട്ടി, രണ്ടാമത് വന്ന കുട്ടി രണ്ടാമത്തെ കുട്ടി. പക്ഷേ ശരിക്ക് ആദ്യം വന്ന കുട്ടി അമ്മയുടെ ഗർഭത്തിൽ രണ്ടാമതുണ്ടായതാണ്. രണ്ടാമത് വന്ന കുട്ടിയാണ് ആദ്യത്തെ കുട്ടി, മൂത്ത കുട്ടി എന്നാണ് ശരിക്കും പറയുന്നത്. അതാണ് ഇവിടെ വേർതിരിച്ചു പറയുന്നത്. കശ്യപ ബ്രഹ്മഹർഷി 2 മക്കൾക്കും നാമകരണം നിർവഹിച്ചപ്പോൾ ദിതിയുടെ ഗർഭത്തിൽ പ്രാക്ക് ആദ്യം സ്വദേഹാത് സ്വന്തം ശരീരമായ ആ ഭ്രൂണരൂപത്തെ അജായത സ്വീകരിച്ചുണ്ടായത് യമയഹ എന്ന് വെച്ചാൽ ഈ ഇരട്ടകളിൽ സ്വീകരിച്ചുണ്ടായത് ആരാണോ ആദ്യം ഭ്രൂണരൂപത്തിൽ ഉണ്ടായത് ആരാണോ അവനെയാണ് ഹിരണ്യകശിപു എന്ന് വിളിക്കുന്നത്. അവനാണ് മൂത്തപുത്രൻ. പക്ഷെ അവൻ പ്രസവിച്ചപ്പോൾ രണ്ടാമതാ വന്നത്. അവനാണ് ഹിരണ്യകശിപു മൂത്തപുത്രൻ. അതിനുശേഷം രണ്ടാമത് അഗ്രത എന്ന് വെച്ചാൽ ആദ്യം, എന്ന് വെച്ചാൽ അതിഥി, അസൂത പ്രസവിച്ചത്. അസൂത എന്ന് വെച്ചാൽ പുറത്തേക്ക് ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ട കുഞ്ഞാരാണോ അത് ഏറ്റവും ആദ്യം പ്രസവിച്ചിട്ടത്. അത് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിയാണ്. ആ രണ്ടാമത്തെ കുട്ടീനെയാണ് ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കുന്നത്. കൺഫ്യൂഷൻ ആയോ? അത് മനസ്സിലായോ? അതൊന്ന് പറയൂ. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് സത്യത്തിൽ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്ന ആദ്യത്തെ മകൻ ഹിരണ്യകശിപുവും രണ്ടാമത്തത് ഹിരണ്യാക്ഷനുമാണ്. പക്ഷെ ഭൂമിയിലേക്ക് പ്രസവിച്ചിട്ടത് ഹിരണ്യാക്ഷനെയാണ് ആദ്യമെങ്കിലും അവർക്ക് കശ്യപ മഹർഷിക്ക് അറിയാം ആദ്യം വന്ന കുട്ടിയല്ല ആദ്യം ഉണ്ടായിട്ടുള്ളത്.
ഭ്രൂണരൂപത്തിൽ ആദ്യം ഉണ്ടായത് ഹിരണ്യകശിപു ആണ്. അതാണ് മൂത്ത പുത്രനായിട്ട് അപ്പോൾ കശിപ മഹർഷി ഹിരണ്യകശിപു എന്നും പുറത്തേക്ക് വന്ന ആദ്യത്തെ കുഞ്ഞിനെ ഹിരണ്യാക്ഷൻ എന്നും പേര് നാമം നിർവഹണം നടത്തി. ഇനി ശ്ലോകം 19. ചക്രേ ഹിരണ്യകശിപു ദൗർഭ്യാം ബ്രഹ്മവരേണ ച വശേ സപാലാൻ ലോകാൻ ത്രീൻ അകൂത മൃത്യു ഉദ്ധതഃ. അതായത് ഇവിടെ ഹിരണ്യകശിപുവിനെ കുറിച്ചാണ് പറയുന്നത്. ഹിരണ്യകശിപുവിനെ ഇല്ലാതാക്കാൻ, മുക്തി കൊടുക്കാനുള്ള അവതാരമല്ല ഭഗവാന്റെ വരാഹാവതാരം. അത് ഹിരണ്യാക്ഷന് മുക്തി കൊടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഭാഗവതത്തിലെ ഈ ശ്ലോകത്തിൽ ഹിരണ്യകശിപുവിനെ കുറിച്ച് ഈ ഒരു വാക്യം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇനി ഭഗവാൻ നരസിംഹാവതാരം എടുക്കുന്നിടത്താണ് ഹിരണ്യകശിപുവിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഹിരണ്യകശിപുവിനെ കുറിച്ച് ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മെയിനായിട്ട് പറയുന്നത് ഹിരണ്യാക്ഷനെ കുറിച്ചാണ്. അതായത് രണ്ടാമത്തെ പുത്രനായ ഹിരണ്യാക്ഷനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ശ്ലോകം 19 ചക്ര എന്ന് വെച്ചാൽ ആക്കി, ഹിരണ്യകശിപു മൂത്തപുത്രനായ ഹിരണ്യകശിപു, ദൗർഭ്യം എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൻ്റെ ശക്തി കൊണ്ട്, ബ്രഹ്മവരേണ ബ്രഹ്മാവിൽ നിന്നും കിട്ടിയ വരത്താലും, വശംവദമാക്കി അല്ലെങ്കിൽ നിയന്ത്രണത്തിലാക്കിയെന്ന്, സപാലാൻ ലോകാൻ ത്രീൻ 3 ലോകങ്ങളെയും ലോകപാലകന്മാരായ സകല ദേവന്മാരെയും ഹിരണ്യകശിപു സ്വന്തം ശക്തിയാലും ബ്രഹ്മാവിൽ നിന്നും കിട്ടിയ വരത്താലും ഇവരെയൊക്കെ ത്രിലോകങ്ങളെയും ദേവന്മാരെയും സ്വന്തം അധീനതയിൽ കൊണ്ടുവന്നു. അതിൻ്റെ കാരണമാണ് പറയുന്നത് അഭൂത മൃത്യു. ആരിൽ നിന്നും എവിടെ നിന്നും മൃത്യു സംഭവിക്കില്ല എന്ന വരാണ് നേടിയത്. അതിനാൽ ഉദ്ധതഃ അഹങ്കരിച്ചിട്ട്. മനസ്സിലായോ? ആരിൽ നിന്നും എവിടെ നിന്നും മൃത്യു സംഭവിക്കില്ല എന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ച് അഹങ്കരിച്ച ഹിരണ്യകശിപു സ്വന്തം കൈക്കരുത്താൽ ത്രിലോകങ്ങളെയും ദേവന്മാരെയും ഒക്കെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നു. അത്രേ പറഞ്ഞിട്ടുള്ളൂ ഹിരണ്യകശിപുവിനെ കുറിച്ച്. ഇനി ഹിരണ്യകശിപുവിൻ്റെ അനിയൻ ഹിരണ്യാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ശ്ലോകം 20. ഹിരണ്യാക്ഷ അനുജ തസ്യ പ്രിയ പ്രീതികൃത് അന്വഹം ഗദാപാണി ദിവം യാദഃ യുയുത്സു മൃഗയൻ രണം. ഹിരണ്യാക്ഷൻ അനുജനായ തസ്യ ഹിരണ്യകശിപുവിൻ്റെ അനുജനായ ഹിരണ്യാക്ഷൻ പ്രിയ, അതായത് ഹിരണ്യകശിപുവിന് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രീതികൃത് അന്വഹം. അന്വഹം എന്ന് വെച്ചാൽ എപ്പോഴും പ്രീതികൃത് എന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിനെ സംതൃപ്തി. അപ്പം അനുജൻ ചേട്ടനെ എപ്പോഴും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിന്നിരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധമാണ് ഈ രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ ഹിരണ്യാക്ഷൻ എപ്പോഴും ഹിരണ്യകശിപുവിനെ ഇങ്ങനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിന്നിരുന്ന അവൻ ഗദാപാണി കയ്യിൽ ഗദ പിടിച്ചിട്ട് ദിവം യാദഃ ദേവലോകത്തേക്ക് ചെന്ന് കയറി. എന്നിട്ട് യുയുത്സു മൃഗയൻ വെച്ചിങ്ങനെ അന്വേഷിക്കുകയാണ്. യുയുത്സു യുദ്ധക്കൊതിയോടുകൂടി, രണം പോരിനെ, ദേവലോകത്ത് തന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവിടെ ആകെ ഇങ്ങനെ അന്വേഷിച്ചു എന്ന് മനസ്സിലായ. അപ്പം ഹിരണ്യകശിപുവിന് ഏറ്റവും പ്രിയപ്പെട്ട അനുജനായ ഹിരണ്യാക്ഷൻ ഒരു ഗദയും ഏന്തി ദേവലോകത്ത് ചെന്നിട്ട് തന്നോട് യുദ്ധം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവിടെ ആകെ അന്വേഷിച്ചു. ശ്ലോകം 21. തം വീക്ഷ്യ ദുസ്സഹജവം രണത് കാഞ്ചനനൂപുരം വൈജയന്ത്യാസ്രജ ചുഷ്ടം അംസ ന്യസ്തമഹാഗതം. തം വീക്ഷ്യ ആ ഹിരണ്യാക്ഷനെ ഇങ്ങനെ എന്താ പറയുക, യുദ്ധക്കൊതിയോടുകൂടി നിൽക്കുന്ന ഹിരണ്യാക്ഷനെ വീക്ഷ്യ കണ്ടിട്ട്, ദുസ്സഹജവം അതായത് നിയന്ത്രിക്കാൻ കഴിയാത്ത കോപമുള്ള, രണത് കാഞ്ചന നൂപുരം കാലിൽ കിട്ടിയിരിക്കുന്ന ചിലങ്കയുടെ കിലുക്കത്തോടുകൂടി നിൽക്കുന്ന, വൈജയന്ത്യാസ്രജ വൈജയന്തി എന്ന പൂമാല കഴുത്തിൽ ചാർത്തിയ, അതുപോലെ അംസ എന്ന് വെച്ചാൽ തോളിൽ പൂമാല ചാർത്തി, ജുഷ്ടം എന്ന് വെച്ചാൽ അലങ്കരിച്ചത്, അംസ എന്ന് വെച്ചാൽ തോളിൽ, ന്യസ്ത മഹാഗതം ന്യസ്ത എന്ന് വെച്ചാൽ വെച്ചിരിക്കുകയാണെന്ന്, വലിയ ഒരു ഗത തോളിൽ വെച്ച് കഴുത്തിൽ വൈജയന്തി മാല ചാർത്തി കാലിൽ കിലുങ്ങുന്ന ചിലമ്പുകളൊക്കെ ഇട്ടിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കോപത്തോടു കൂടി നിൽക്കുന്ന ആ ഹിരണ്യാക്ഷനെ, ദേവന്മാരെ യുദ്ധത്തിന് പോരിന് വിളിച്ചു നിൽക്കുന്ന ആ ഹിരണ്യാക്ഷനെ തം വീക്ഷ കണ്ടിട്ട് ദേവന്മാരെ എന്ത് ചെയ്യും? പേടിച്ചൊളിച്ചു പോയി എന്ന്. അതാണ് 22 പറയുന്നത്. മനോവീര്യ വര ഉത്സിക്തം അസൃണ്യ അഗുതോ ഭയം ഭീതാ നിലീല്യരേ ദേവഃ താർക്ഷ്യ ത്രസ്ത ഇവ ആഹയ. മനോവീര്യ വര ഉത്സിക്തം അസൃണ്യ അഗുതോ ഭയം ഭീതാ നിലീല്യരേ ദേവ താർക്ഷ്യാത്രസ്ത ഇവ ആഹയ. അതായത് മനോവീര്യം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി, വര ഉത്സിക്തം ബ്രഹ്മാവിൽ നിന്നും വരം നേടിയിരിക്കുന്നു. അതായത് ഹിരണ്യകശിപുവിനെ പോലെ തന്നെ ഹിരണ്യാക്ഷനും വരം നേടിയിരിക്കുന്നു. ഇനി അസൃണ്യ അഗുതോഭയം, അസൃണ്യം ആർക്കും തടുക്കാൻ കഴിയാത്ത ശക്തി, അഗുതോഭയം ഒന്നിനെയും ഭയവുമില്ല.
അങ്ങനെയുള്ള ഹിരണ്യാക്ഷനെ, ഈ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഹിരണ്യാക്ഷനെ കണ്ടിട്ട് ഭീത ഭയന്നിട്ട് നിലീല്യരെ ഓടി ഒളിച്ചു എന്ന് ദേവാഹ, ദേവലോകത്തുള്ള സകല ദേവന്മാരും ഓടി ഒളിച്ചു. എന്നിട്ട് ആരെ പോലെയാണെന്നാണ് ഒരു ഉദാഹരണം പറയുന്നത്. താർക്ഷ്യ, ഗരുഡനെ കണ്ട്, ത്രസ്ത, പേടിച്ചിട്ട്, ആഹയ, സർപ്പങ്ങൾ, ഇവ, സർപ്പങ്ങൾ ഓടി ഒളിക്കുന്ന ഇവ എന്ന് വെച്ചാൽ പോലെ, അതുപോലെ ദേവന്മാർ ഹിരണ്യാക്ഷനെ കണ്ട് പേടിച്ചൊളിച്ചു. അപ്പോൾ മനോശക്തിയാലും ശരീരത്തിൻ്റെ ശക്തിയാലും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ബ്രഹ്മാവിൽ നിന്നും വരം കിട്ടിയിട്ടുള്ള, ഒന്നിനെയും ഭയമില്ലാതെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഹിരണ്യാക്ഷനെ കണ്ടപ്പോൾ ഈ ഗരുഡനെ കണ്ട് സർപ്പങ്ങൾ ഓടി ഒളിക്കുന്നത് പോലെ ദേവന്മാരൊക്കെ പേടിച്ച് ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 23. സഹ വൈ തിരോഹിതാൻ ദൃഷ്ട്വാ മഹസാ സ്വേന ദൈത്യരാട് സ ഇന്ദ്രാൻ ദേവഗണാൻ ക്ഷിപാൻ അപശ്യൻ വ്യനദത് വൃഷം. സഹ വൈ, ആ ഹിരണ്യാക്ഷൻ തിരോഹിതാന്ന് പേടിച്ചൊളിച്ച, ദൃഷ്ട, ദേവന്മാർ പേടിച്ചൊളിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട്, മഹസാസ്വേന, തൻ്റെ ശക്തിയെ കണ്ടിട്ട്, ദൈത്യരാട്, ദൈത്യരാജാവായ ഹിരണ്യാക്ഷൻ സ്വന്തം ശക്തിയെ കണ്ട് ദേവന്മാർ പേടിച്ചൊളിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ, സ ഇന്ദ്രാൻ ദേവഗണാൻ, ഇന്ദ്രനോട് കൂടിയ എല്ലാ ദേവന്മാരും, ക്ഷിപാൻ, അതായത് എന്താ പറയുക, കഴിവില്ലാത്തവരായ അവരെ, അതായത് പേടിച്ചു വിരേണ്ട ആ ദേവന്മാർ പേടിച്ചൊളിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട്, അപശ്യൻ, അവരെ ആരും ദേവലോകത്ത് കാണാതായപ്പോൾ, വ്യനദൃശം, ഉച്ചത്തിൽ അങ്ങോട്ട് അലറി വിളിച്ചു എന്ന്, കൊലവിളി പോലെ ഗർജിച്ചു എന്നാണ് പറയുന്നത് ഹിരണ്യാക്ഷൻ. ദേവലോകത്ത് ചെന്നപ്പോൾ ആരെയും കാണാനില്ല. ഹിരണ്യാക്ഷൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ പേടിച്ച് ദേവന്മാരൊക്കെ ഒളിച്ചു പോയി. അതാണ് പറയുന്നത്, ആ ഹിരണ്യാക്ഷൻ ദേവലോകത്തെത്തിയപ്പോൾ തൻ്റെ ശക്തിയെ കണ്ട് പേടിച്ചൊളിച്ചു ദേവന്മാർ, ഇന്ദ്രനും മറ്റെല്ലാ ദേവന്മാരും പേടിച്ചൊളിച്ചു എന്ന് കണ്ട് അവരെ ആരും ദേവലോകത്ത് കാണാതായപ്പോൾ ഉറക്കി അങ്ങ് ഗർജിച്ചു. അപ്പം ദേവലോകത്ത് തന്നെ തോൽപ്പിക്കാൻ ഇനി ആരുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ താൻ വരുന്നു എന്ന് കണ്ടപ്പോഴേക്കും പേടിച്ചൊളിച്ച ദേവന്മാർ, അതുകൊണ്ടാണ് ദേവലോകത്ത് ആരെയും കാണാത്തത്. അപ്പോൾ പിന്നെ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു, ഇനി എനിക്ക് ഇവിടെ ആരോടും യുദ്ധം ചെയ്യാനില്ല, എൻ്റെ വരവിനെ കണ്ടപ്പോഴേക്കും പേടിച്ചൊളിച്ചെങ്കിൽ പിന്നെ ഇവരാരും എൻ്റെ എനിക്ക് പോകുന്ന ശത്രുക്കളല്ല, എതിരാളിയല്ല ദേവന്മാരാരും, അതുകൊണ്ട് ഇനി അവരെ ഇനി യുദ്ധത്തിന് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഹിരണ്യാക്ഷൻ ദേവലോകത്തു നിന്ന് തിരിച്ചു പോരുകയാണ്. പിന്നെ പോകുന്നത് നേരെ സമുദ്രത്തിലേക്കാണ്. അതാണ് നമ്മൾ ശ്ലോകം 24 കാണുന്നത്. തതഹ നിവൃത്ത ക്രീഡിഷ്യൻ ഗംഭീരം ഭീമനിസ്വനം വിജഗാഹേ മഹാസത്വ വാർദ്ധീം മത്ത ഇവ ദ്വിപഹ. തതഹ, അനന്തരം, നിവൃത്ത, ആ ദേവലോകത്തു നിന്നും തിരിച്ചു വന്ന ഹിരണ്യാക്ഷൻ ക്രീഡിഷ്യൻ, ഒരു വിനോദത്തിനായിട്ട് ഗംഭീരം, വളരെ ആഴമുള്ള വാർദ്ധി, സമുദ്രത്തിൽ ഭീമനിസ്വനം, ഭയാനകമായ ശബ്ദമുണ്ടാക്കിയിട്ട്, വിജഗാഹേ, ഊളിയിട്ട് സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന്. മഹാസത്വ, ഒരു മഹാസത്വം കണക്കെയാണ് ഉറക്കെ ശബ്ദമുണ്ടാക്കിയിട്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് ഇറങ്ങിച്ചെന്നത്. അത് മത്ത ഇവദ്ധിപ, അതായത് മതയാനയെ പോലെയെന്ന്, മതമിളകിയ ഒരു ആനയെ പോലെയായിരുന്നു ഹിരണ്യാക്ഷൻ്റെ ആ പോക്ക് എന്ന്, സമുദ്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള പോക്ക്. ദേവലോകത്ത് തനിക്കൊത്ത എതിരാളി ഇല്ല എന്ന് കണ്ടപ്പോൾ ദേവന്മാരെയൊക്കെ പുച്ഛമായി, അവരൊക്കെ ഓടി ഒളിച്ചു എന്ന് കണ്ടപ്പോൾ ഇനി ഇവിടെ ആരോടും യുദ്ധം ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു വിനോദം എന്ന പോലെ നല്ല ആഴമുള്ള സമുദ്രത്തിലേക്ക് ഒരു മതയാന ചെല്ലുന്ന പോലെ ഉറക്കെ ശബ്ദമുണ്ടാക്കിയിട്ട് ആ സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിച്ചെന്നു. ശ്ലോകം 25. തസ്മിൻ പ്രവിഷ്ടേ വരുണസ്യ സൈനിക യാദഗണഃ സന്നദിയഃ സസാധ്വസ. യാദഗണഃ സന്നദിയഃ സസാധ്വസ അഹന്യമാനാ അഭി തസ്യ വർച്ചസ പ്രദർശിത ദുരതരം പ്രതുദ്രുവുഃ. തസ്മിൻ, അവൻ, ആ ഹിരണ്യാക്ഷൻ, പ്രവിഷ്ടേ, സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ, വരുണസ്യ സൈനിക, സമുദ്രത്തിൻ്റെ രാജാവായ വരുണദേവൻ്റെ സൈന്യമാകുന്ന യാദഗണ എന്ന് വെച്ചാൽ ജലജീവികൾ, വരുണദേവൻ്റെ, സമുദ്ര രാജാവായ വരുണദേവൻ്റെ സൈനികർ എന്ന് വെച്ചാൽ ജലത്തിലെ ജീവികളാണ്, അതാണ് ആ ജലജീവികൾ. ജലജീവികൾ സന്നദ്ധീയ എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ധൈര്യമൊക്കെ ചോർന്നു പോയിട്ട് സസാധ്വസ, ഭയന്ന് വിറച്ചു എന്ന്. എന്നിട്ട് അഹന്യമാന, അവരെ ഉപദ്രവിച്ചിട്ടില്ല, അഭി, എങ്കിൽ പോലും ഹിരണ്യാക്ഷൻ
ജലജീവികളെ ആരും ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ പോലും, അതാണ് അഹന്യമാന അഭി, ഹിരണ്യാക്ഷൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ പോലും തസ്യ വർച്ചസ, അവൻ്റെ ആ വീര്യം, അവൻ്റെ ആ എന്താ പറയുക, അവൻ്റെ ആ ഒരു ഗാംഭീര്യം കണ്ടിട്ട് പ്രദർശിത, ധൈര്യം പോയ അതേ ജലജീവികൾ ദൂരതരം പ്രതിദ്രു, ദൂരേക്ക് ഓടി ഒളിച്ചു എന്ന്. അപ്പോൾ വരുണദേവൻ്റെ സൈനികരും സമുദ്രത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ദൂരെ ഹിരണ്യാക്ഷനെ കണ്ട് ഭയന്നിട്ട് ഓടി ഒളിച്ചു. ഹിരണ്യാക്ഷൻ ദേവലോകത്തും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഹിരണ്യാക്ഷൻ്റെ വരവ് കണ്ടപ്പോൾ ദേവന്മാർ ഓടി ഒളിച്ചു. സമുദ്രത്തിലേക്ക് ചെന്നപ്പോൾ ഹിരണ്യാക്ഷൻ്റെ വരവ് കണ്ടപ്പോൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും ജലജീവികളും ഓടി ഒളിച്ചു. അതാണ് പറയുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വരുണദേവൻ്റെ സൈനികരാകുന്ന ജലജീവികൾ ഭയന്ന് വിറച്ച് പേടിച്ചിട്ട്, അവരെ ഹിരണ്യാക്ഷൻ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ വീര്യം കണ്ടിട്ട്, ഗാംഭീര്യം കണ്ട് ഭയന്ന് വിറച്ച് അവയും പേടിച്ചൊളിച്ചു. ശ്ലോകം 26. സഹ വർഷപുകാൻ ഉദദൗ മഹാബലഃ ചരൻ മഹാ ഉർമീൻ ശ്വസന ഈരിതാൻ മുഹുഹു മൗർവ്യ അഭിജഗ്നേ ഗദയാ വിഭാവരീം ആസേ ദിവാൻ താത പുരി പ്രചേതസഃ. സഹ വർഷപുകാൻ ഉദദൗ മഹാബലഃ ചരൻ മഹാ ഉർമീൻ ശ്വസന ഈരിതാൻ മുഹുഹു മൗർവ്യ അഭിജഗ്നേ ഗദയാ വിഭാവരീ ആസേ ദിവാൻ താത പുരീം പ്രചേതസഃ. സഹ അവൻ വർഷപുകാൻ വളരെ വർഷങ്ങളോളം ഉദദൗ ആ സമുദ്രത്തിൽ മഹാബലവാനായ ഹിരണ്യാക്ഷൻ കുറേ വർഷങ്ങളോളം ആ സമുദ്രത്തിൽ തന്നെ കഴിഞ്ഞു. അതെങ്ങനെയാണ്? ചരൻ സഞ്ചരിച്ചു എന്ന്. അത് മഹാ ഉർമീൻ ശ്വസന ഈരിതാൻ മുഹുഹു, ഹിരണ്യാക്ഷൻ്റെ ശ്വാസവായു, അതാണ് ആ ശ്വസന ഈരിതാൻ. ആ ശ്വാസവായുവിൻ്റെ ശക്തി കൊണ്ട് മഹാ ഉർമീൻ, വലിയ വലിയ തിരമാലകൾ മുഹുഹു വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു എന്ന്. മഹാശക്തിമാനായ ഹിരണ്യാക്ഷൻ വർഷങ്ങളോളം അങ്ങനെ സമുദ്രത്തിനുള്ളിൽ സഞ്ചരിച്ചു എന്ന്. തനിക്കെതിരെ ഒരു യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ കൊതിച്ചിട്ടേ ആരെങ്കിലും കിട്ടാൻ, ഇങ്ങനെ ബലത്തിനൊത്ത ആളെ കിട്ടണ്ടേ, ശത്രുവിനെ കിട്ടണ്ടേ, അതിനായി നടന്നു. അപ്പോൾ ഹിരണ്യാക്ഷൻ്റെ ഓരോ ശ്വാസവും കടലിൽ വലിയ വലിയ തിരമാലകളെ ഉണ്ടാക്കി. ഇനി മൗർവ്യ എന്ന് വെച്ചാൽ ഇരുമ്പ് കൊണ്ടും ഗത കൊണ്ടും അഭിജഗ്നെ തിരമാലകളെയൊക്കെ അടിച്ചു തല്ലി എന്നാണ് പറയുന്നത്. ഹിരണ്യാക്ഷൻ ഇരുമ്പ് കൊണ്ടുള്ള ഗത കൊണ്ട് തിരമാലകളെയൊക്കെ താടിച്ചു. എന്നിട്ട് പുരീം പ്രചേതസ എന്ന് പറഞ്ഞാൽ വരുണദേവൻ്റെ പുരി, ആസ്ഥാനമായിട്ടുള്ള വിഭാവരിയിലേക്ക് ആസേ ദിവാൻ വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഹിരണ്യാക്ഷൻ എത്തിച്ചേർന്നു. താത എന്ന് വിളിക്കുന്നത് ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെയാണ്. അല്ലയോ വിതുരരെ, ഹിരണ്യാക്ഷൻ അങ്ങനെ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ട് കുറേ വർഷങ്ങൾ സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റി നടന്നു. ഹിരണ്യാക്ഷൻ്റെ ഓരോ ശ്വാസവായുവും സമുദ്രത്തിനെ മഹാതിരമാലകളെ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഗത കൊണ്ട് തിരകളെയും ഒക്കെ അടിച്ച് താടിക്കുകയും ചെയ്തു ഹിരണ്യാക്ഷൻ. അങ്ങനെ സഞ്ചരിച്ച് സമുദ്രദേവനായ വരുണദേവൻ്റെ ആസ്ഥാനമായിട്ടുള്ള വിഭാവരിയിലേക്ക് ഹിരണ്യാക്ഷൻ എത്തിച്ചേർന്നു. ശ്ലോകം 27. തത്ര ഉപലഭ്യ അസുരലോകപാലകം യാദഗണാനാ ഋഷഭം പ്രചേതസം സ്മയൻ പ്രലുബ്ധം പ്രണിപത്യ നിജവത് ജഗാദ മേ ദേഹി അതിരാജ സംയുഗം. തത്ര ഉപലഭ്യ സുരലോകപാലകം യാദഗണാനാം ഋഷഭം പ്രചേതസം സ്മയൻ പ്രലബ്ധും പ്രണിപത്യ നിജവത് ജഗാദ മേ ദേഹി അധിരാജ സംയുഗം. തത്ര അവിടെ വെച്ച്, അതായത് വരുണദേവൻ്റെ ആസ്ഥാനമായ അവിടെ വെച്ച് ഉപലഭ്യ കണ്ടു എന്ന്, നേരിട്ട് കണ്ടു. അസുരലോകപാലകം, അസുരലോകമായ പാതാളലോകത്തിൻ്റെ പരിപാലകനും അതുപോലെ പരിപാലകനായ യാദഗണാനാം ഋഷഭം, അതായത് ജലജീവികളുടെ യാദഗണ എന്ന് വെച്ചാൽ ജലജീവികളുടെ ഋഷഭം എന്ന് വെച്ചാൽ ദേവനുമായിട്ടുള്ള പ്രചേതസം വരുണദേവനെ ഹിരണ്യാക്ഷൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വിഭാവരി എന്ന സ്ഥലത്ത് വെച്ച് സമുദ്രത്തിൻ്റെ അടിയിൽ അസുരലോകമായ പാതാളലോകത്തിൻ്റെ ദേവനും ജലജീവികളുടെ ദേവനുമായിട്ടുള്ള വരുണദേവനെ നേരിട്ട് ഹിരണ്യാക്ഷൻ കണ്ടു. അപ്പോൾ വരുണദേവനെ കണ്ടപ്പോൾ ഹിരണ്യാക്ഷൻ സ്മയൻ പ്രലുബ്ധം, ആദ്യം തന്നെ ഒന്ന് പരിഹസിച്ച് ചിരിച്ചു എന്ന് മനസ്സിലായ. സ്മയൻ എന്ന് വെച്ചാൽ പുഞ്ചിരിച്ചു, പ്രലബ്ധം എന്ന് വെച്ചാൽ പരിഹാസത്തോടു കൂടി ഒന്ന് പുഞ്ചിരിച്ചിട്ട് നീചവത്ത് വളരെ നീചമായ രീതിയിൽ പ്രണിപത്യ ഒന്ന് വണങ്ങി, ഒന്നുമില്ലെങ്കിലും
സമുദ്രത്തിൻ്റെ രാജാവല്ലേ എന്നുള്ള രീതിയിൽ കളിയാക്കുന്ന പോലെ വളരെ നീചമായ രീതിയിൽ വരുണദേവനെ ഹിരണ്യാക്ഷൻ വരുണദേവനെ ഒന്നും വണങ്ങി, എന്നിട്ട് ഒന്ന് പരിഹസിക്കുന്ന രീതിയിൽ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അതിരാജ എന്ന് വെച്ചാൽ അല്ലയോ വരുണദേവ, എന്നിട്ട് പറയാണ് ജഗാത എന്ന് വെച്ചാൽ ഇപ്രകാരം പറഞ്ഞു, മേ ദേഹി സംയുഗം, എന്നോട് യുദ്ധത്തിന് വരൂ എന്ന് വെല്ലുവിളിച്ചാണ് ചെയ്തത് അവിടെ ചെന്നിട്ട്. അപ്പോൾ തത്ര അവിടെ എത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ അസുരലോകമായ വരുണദേവൻ പാതാള ലോകത്തിൻ്റെ രാജാവും ജലജീവികളുടെ ദേവനുമാണ്. ആ വരുണദേവനെ നേരിട്ട് കണ്ട വഴിക്ക് ഹിരണ്യാക്ഷൻ ഒന്ന് പരിഹസിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് കളിയാക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് നമസ്കരിച്ചു, ഒന്ന് വണങ്ങി. എന്നിട്ട് അല്ലയോ അതിരാജ എന്താ പറയുക, സമുദ്രദേവ വരുണദേവ, അങ്ങെന്നോട് യുദ്ധത്തിന് വരൂ എന്ന് വെല്ലുവിളിച്ചു വരുണദേവനെ. ശ്ലോകം 28. ത്വം ലോകപാലഃ അധിപതി ബൃഹത്ശ്രവ വീര്യ അബഹഃ അബഹോ എന്ന് വെച്ചാൽ അബഹഃ ദുർമദ വീരമാനിനാം വിജിത്യ ലോകേ അഖില ദൈത്യദാനവാൻ യത് രാജസൂയേന പുരാ അയജത് പ്രഭോ. ത്വം ലോകപാലഃ അധിപതി ബൃഹത്ശ്രവ വീര്യ അബഹഃ ദുർമദ വീരമാനിനാം വിജിത്യ ലോകേ അഖില ദൈത്യദാനവാൻ യത് രാജസൂയേന പുരാ അയജത് പ്രഭോ. എന്നിട്ട് ഹിരണ്യാക്ഷൻ വിളിക്കുകയാണ്, എന്നിട്ട് പറയാണ് വരുണദേവനോട്, ത്വം നീയേ ലോകപാലകന്മാരായ ദേവന്മാരുടെ അധിപതി ദേവനാണ്. അപ്പം ലോകപാലന്മാരായ ദേവന്മാരുടെ അധിപതിയായ വരുണദേവ, ബൃഹത്ശ്രവ എന്ന് വെച്ചാൽ വിപുലമായ പ്രശസ്തിയുള്ളവനെ, വീര്യ അബഹ വീര്യം കെടുത്തിയവൻ, ആരുടെ, ദുർമദ വീരമാനിന അഹങ്കാരത്താൽ ഞാൻ വലിയ വീരനാന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വീര്യത്തെ ക്ഷയിപ്പിച്ചവനെ. അപ്പോൾ വരുണദേവനെ വിളിക്കുന്നതാണ് കേട്ടോ. നീ ലോകപാലന്മാരായ ദേവന്മാരുടെ അധിപതിയും വിപുലമായ പ്രശസ്തിയുള്ളവനും, അതുപോലെ ഞാനൊരു വലിയ ശക്തിമാനാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവരുടെ ശക്തിയെ വീര്യത്തെ കെടുത്തിയവനുമായ നീ അത് മാത്രമല്ല, ഏതൊരു കാരണത്താലാണോ രാജസൂയേന പണ്ട് നീ രാജസൂയ യാഗം നടത്തിയിട്ട് ലോകേ അഖില ദൈത്യദാനവാൻ ലോകത്തിലുള്ള സകല അസുരന്മാരെയും ദാനവന്മാരെയും വിജിത്യ ജയിച്ചു, അവരെയൊക്കെ തോൽപ്പിച്ച് ജയിച്ചു. അയജത്ത് എന്ന് വെച്ചാൽ ചെയ്തുവല്ലോ പ്രഭോ. അപ്പോൾ ഒരു കളിയാക്കിക്കൊണ്ട് വിളിക്കുകയാണ് കേട്ടാ ഹിരണ്യാക്ഷൻ വരുണദേവനെ, അല്ലയോ പ്രഭോ എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കി വിളിക്കുക. ഹിരണ്യാക്ഷൻ അറിയാം ഹിരണ്യാക്ഷനോട് ഏറ്റുമുട്ടാനൊന്നും ഇവരാരും വളർന്നിട്ടില്ല എന്ന്. അപ്പോൾ അല്ലയോ പ്രഭോ എന്നിട്ട് വിളിച്ചിട്ട് പറയാണ്, നീ ലോകപാലകന്മാരായ ദേവന്മാരുടെ അധിപതി, വിപുലമായ പ്രശസ്തിയുള്ളവൻ, അതുപോലെ ഞാനെന്ന അഹങ്കാരത്തിൽ നിന്ന് ജീവിക്കുന്ന അസുരന്മാരുടെ വീര്യത്തെ കെടുത്തിയവൻ, അതുപോലെ പണ്ട് നീ ഒരു രാജസൂയ യാഗം നടത്തിയിട്ട് ലോകത്തുള്ള സകല അസുരന്മാരെയും ദാനവന്മാരെയും ജയിച്ചു, അവരെയൊക്കെ പരാജയപ്പെടുത്തി ജയിക്കുകയും ചെയ്തവനല്ലേ നീ എന്ന് പറയാനാണ്. അപ്പം നീ എന്നോട് യുദ്ധത്തിന് വാ, നിനക്ക് അതിനുള്ള കഴിവുണ്ട്, അപ്പം നീ എന്നോട് യുദ്ധത്തിന് വാ എന്നാണ് വരുണദേവനെ വെല്ലുവിളിക്കുന്നത്. ശ്ലോകം 29. സഹ ഏവം ഉത്സിക്തമദേന വിദ്വിഷാ ദൃഢം പ്രലബ്ധഃ ഭഗവാൻ അവാംപതിഃ രോഷം സമുത്തം ശമയൻ സ്വയാധിയാ വ്യവോജത് അംഗ ഉപശമം ഗതാവയം. സഹ ഏവം ഉത്സിക്തമദേന വിദ്വിഷാ ദൃഢം പ്രലബ്ധഃ ഭഗവാൻ അവാംപതിഃ രോഷം സമുത്തം ശമയൻ സ്വയാധിയാ വ്യവോജത് അംഗ ഉപശമം ഗതാവയം. സഹ ഏവം ഇപ്രകാരം ഉത്സിക്തമതേന നിയന്ത്രിക്കാൻ കഴിയാത്ത എന്താ പറയുക പൊങ്ങച്ചം ഗർവ് അഹങ്കാരം കാണിച്ചു നിൽക്കുന്ന വിദ്വിഷ ശത്രുവിനാൽ ദൃഢം പ്രലബ്ധ വളരെ ആഴത്തിൽ പരിഹസിക്കപ്പെട്ടിട്ടും ഭഗവാൻ അവാംപതി സമുദ്രത്തിൻ്റെ ദേവനായ വരുണദേവൻ രോഷം സമുത്തം കോപമാളിക്കത്തിയെങ്കിലും സ്വയം ദിയ വിവേകബുദ്ധിയോടെ ചിന്തിച്ച് ശമയൻ അതിനെ അങ്ങ് നിയന്ത്രിച്ചു. കാരണം ആൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല ഹിരണ്യാക്ഷനെ എന്ന് ആൾക്കറിയാം. അതാണ് വിവേകബുദ്ധി എന്ന് പറയുന്നത്. വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യാനുള്ളത്. അവിടെ വികാരത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ മനസ്സിൽ മുഴുവൻ കോപമാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത കോപമാണ് വന്നത്. പക്ഷേ അവിടെ അതാണ് വികാരം. അപ്പോൾ വികാരത്തിൻ്റെ പിന്നാലെ പോകുന്നവർ ആ കോപം കൊണ്ട് ദേഷ്യം വന്ന് പെട്ടെന്ന് യുദ്ധത്തിന് പോകും. പക്ഷേ വരുണദേവൻ ഇവിടെ വിവേകം ഉപയോഗിച്ചു. വികാരമല്ല, വികാരത്തെ താഴ്ത്തിയിട്ട് വിവേകത്തെ ഉപയോഗിച്ചു. കാരണം എനിക്കൊരിക്കലും ഹിരണ്യാക്ഷനെ പരാജയപ്പെടുത്താൻ കഴിയില്ല.
അത് വരുണദേവൻ അതാണ് യാഥാർത്ഥ്യം, അത് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് വ്യവോചത് എന്ന് വെച്ചാൽ മറുപടി പറഞ്ഞു. അങ്ക അല്ലയോ സുഹൃത്തെ, സുഹൃത്തെ എന്നാണ് വിളിക്കുന്നത് ഹിരണ്യാക്ഷനെ. ഉപശമം ഗതാ വയം നമ്മൾ തമ്മിലൊരു യുദ്ധം വേണ്ട, നമുക്ക് ഉപശമം ഗത എന്ന് വെച്ചാൽ ഒരു സന്ധി ചേരാം, നമുക്ക് ഒരു യുദ്ധം വേണ്ട, നമുക്കൊരു സൗഹൃദവും സന്ധിയും മതി എന്ന് വരുണദേവൻ പറയുകയാണ്. അപ്പോൾ ഇപ്രകാരം ഹിരണ്യാക്ഷൻ, അതായത് നിയന്ത്രിക്കാൻ കഴിയാത്ത അഹങ്കാരത്തിൻ്റെ ഗർവ് കാണിച്ച് തൻ്റെ ശത്രുവായി നിൽക്കുന്ന ഹിരണ്യാക്ഷനാൽ ഇത്രയൊക്കെ പരിഹസിച്ചു നിന്ദിച്ചു ഇതൊക്കെ ചെയ്തിട്ടും വരുണദേവൻ തൻ്റെ ഉള്ളിൽ ആളിക്കത്തി വന്ന കോപത്തെ വിവേകപൂർവ്വം ഒന്ന് ചിന്തിച്ചിട്ട് അങ്ങോട്ട് നിയന്ത്രിച്ചു പിടിച്ചു. എന്നിട്ട് ഹിരണ്യാക്ഷനോട് അല്ലയോ സുഹൃത്തെ, നമ്മൾ തമ്മിലൊരു യുദ്ധം വേണ്ട, നമുക്ക് സന്ധി ചേരാം എന്ന് ഹിരണ്യാക്ഷനോട് മറുപടി പറഞ്ഞു. എന്നിട്ട് പറയാണ്, അതിൻ്റെ കാരണം പറയാണ് ശ്ലോകം 30 പശ്യാമി ന അന്യം പുരുഷാത് പുരാതനാത് യഹ സംയുഗേ ത്വാം രണമാർഗകോവിദം ആരാധയിഷ്യതി അസുര ഋഷഭ ഇഹിതം ആരാധയിഷ്യതി അസുര ഋഷഭ ഇഹിതം മനസ്വിനഃ യം ഗൃണതേ ഭവാദൃശ. പശ്യാമി ന അന്യം പുരുഷാത് പുരാതനാത് യ സംയുഗേ ത്വാം രണമാർഗകോവിദം ആരാധയിഷ്യതി അസുര ഋഷഭ ഇഹിതം മനസ്വിനഃ യം ഗൃണതേ ഭവാദൃശ. എന്താണ് പറഞ്ഞതെന്നറിയോ? പശ്യാമി ന അന്യം, പശ്യാമി എന്ന് വെച്ചാൽ കാണുക, ന അന്യം എന്ന് വെച്ചാൽ വേറെ ആരെയും ഞാൻ കാണുന്നില്ല എന്നെന്ന്. പുരുഷാത് പുരാതനാത്, ഏറ്റവും പുരാതനമായി ആദ്യമുണ്ടായ പുരുഷാത്, ആദി പുരുഷനായിട്ടുള്ള യഹ, അങ്ങനെയുള്ളത് ആരാണോ ആ ഭഗവാൻ സംയുഗേ യുദ്ധം ചെയ്ത് ത്വം നിന്നോട് യുദ്ധം ചെയ്യാൻ രണമാർഗ കോവിദം യുദ്ധതന്ത്രങ്ങളിൽ നിപുണനായിട്ടുള്ള ആ ഭഗവാനല്ലാതെ മറ്റേ ആരോർക്കും നിന്നോട് യുദ്ധം ചെയ്ത് ആരാധയിഷ്യതി നിന്നെ തൃപ്തിപ്പെടുത്താൻ ന അന്യം ഞാൻ കാണുന്നില്ല. അതാണ് വരുണദേവൻ പറഞ്ഞത്. ആദിപുരുഷനായിട്ടുള്ള ഏറ്റവും ആദ്യമുണ്ടായ ആ ഭഗവാനല്ലാതെ, യുദ്ധതന്ത്രങ്ങളിൽ നിപുണനായ ആ ഭഗവാനല്ലാതെ യുദ്ധഭൂമിയിൽ നിന്നോട് പോരടിച്ച് യുദ്ധം ചെയ്ത് നിന്നെ തൃപ്തിപ്പെടുത്താൻ, അതായത് സ്വന്തം ശക്തിക്കൊത്തവരോട് യുദ്ധം ചെയ്യാനേ ഹിരണ്യാക്ഷന് താല്പര്യമുള്ളൂ. അപ്പം നിന്റെ തൃപ്തിക്കനുസരിച്ച് നിന്റെ ശക്തിക്ക് തുല്യമായ യുദ്ധ നിപുണതയുള്ള ആ ആദിപുരുഷനായ ഭഗവാനെ അല്ലാതെ വേറൊരാളെയും നിന്നെ തൃപ്തിപ്പെടുത്താൻ ഞാൻ കാണുന്നില്ല, മറ്റൊരാളെയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അസുര ഋഷഭ ഇഹിതം, അസുര ഋഷഭ അസുരന്മാരുടെ ദേവന്മാരെല്ലാവരും തം ആ ഭഗവാനെ മനസ്സുറപ്പുള്ള എല്ലാവരും യം ഗൃണതേ ആരെയാണോ ആ ഭഗവാനെയാണോ പ്രകീർത്തിക്കുന്നത് ഭവാദൃശ നിന്നെ പോലെയുള്ള, അതാണ് പറയുന്നത് ഭവാദൃശ എന്ന് വെച്ചാൽ നിന്നെ പോലെയുള്ള മനസ്സുറപ്പുള്ള എല്ലാ അസുരന്മാരെയും നിത്യവും അസുരന്മാരും ആരെയാണോ കീർത്തിക്കുന്നത് ആ ഭഗവാനല്ലാതെ വേറൊരു ആളും നിന്നോട് യുദ്ധം ചെയ്ത് നിന്നെ തൃപ്തിപ്പെടുത്താൻ ഞാൻ കാണില്ല. അതിന് ശക്തിയുള്ള ആരുമില്ല. അതുകൊണ്ട് നീ വെറുതെ എന്നെ പോരിഞ്ഞു വിളിച്ച് ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. നിന്നോട് യുദ്ധം ചെയ്ത് നിന്നെ തൃപ്തിപ്പെടുത്താൻ ആ ഭഗവാന് മാത്രമേ കഴിയൂ. നിന്നെ പോലെയുള്ള മനസ്സുറപ്പുള്ള അസുരന്മാർ പോലും നിത്യവും പ്രകീർത്തിക്കുന്നത് ആ ഭഗവാനെയാണ്. അതുകൊണ്ട് ആ ഭഗവാന് മാത്രമേ നിന്നോട് യുദ്ധം ചെയ്ത് നിന്റെ സംതൃപ്തിക്കനുസരിച്ച് ശക്തിക്കൊത്ത് യുദ്ധം ചെയ്യാൻ ഒരാളുള്ളത് ആ ഭഗവാൻ മാത്രമാണ്. അതാണ് അവിടെ വരുണദേവൻ ഹിരണ്യാക്ഷനോട് പറഞ്ഞത്. അപ്പം അതാണ് കാരണം, ഹിരണ്യാക്ഷന് ഭഗവാനോട് ഇത്ര ശത്രുത വരാനുള്ള കാരണം അതാണ്. ഇനി ശ്ലോകം 31 അവസാന ശ്ലോകം. തം വീരം ആരാത് അഭിപത്യ വിസ്മയഃ യശിഷ്യസേ വീരശയേ ശ്വഭിഃ വ്രത യഹ ത്വദ് വിദാനാം അസതാം പ്രശാന്തയേ രൂപാണി ധത്തേ സദനുഗ്രഹ ഇച്ഛയാ. തം വീരം ആരാത് അഭിപത്യ വിസ്മയഃ യശിഷ്യസേ വീരശയേ ശ്വഭിഃ വ്രതഃ യഹ ത്വദ് വിദാൻ അസതാം പ്രശാന്തയേ രൂപാണി ദത്തേ സദനുഗ്രഹ ഇച്ഛയാ. തം എന്ന് വെച്ചാൽ ആ ഭഗവാൻ വീരം, വളരെ വീരനായിട്ടുള്ള ആ ഭഗവാൻ ആരാത് ഉടനെ തന്നെ അഭിപത്യ കണ്ടിട്ട് നീ അപ്പം ഇപ്പം തന്നെ സമയമൊന്നും ചെലവഴിക്കണ്ട, ഉടനെ തന്നെ നീ ആ ഭഗവാനെ ചെന്ന് കാണുക. അപ്പോൾ വിസ്മയ നിന്റെ എല്ലാ അഹങ്കാരവും നശിപ്പിച്ചിട്ട്
യശിഷ്യസേ നീ താഴെ വീഴുന്നു. യശിഷ്യസേ എന്ന് വെച്ചാൽ താഴെ വീഴും. വീരശയ്യ എന്ന് വെച്ചാൽ ആ യുദ്ധഭൂമിയിൽ ശുഭിഹി വൃത നായ്ക്കളാൽ ചുറ്റപ്പെട്ടിട്ടെന്ന്. അതായത് മരിച്ചു വീഴുമ്പോഴാണല്ലോ നായയൊക്കെ മണത്ത് വന്ന് ഇങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട് കടിച്ചു വലിക്കുക. അപ്പോൾ ആ യുദ്ധഭൂമിയിൽ നായ്ക്കളാൽ ചുറ്റപ്പെടുന്ന രീതിയിൽ നിന്റെ അഹങ്കാരം മുഴുവൻ ശമിച്ച് നീ ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴും. യഹാതുദ് വിധാൻ അസദാം നിന്നെ പോലെയുള്ള അസുരന്മാരെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാനായി പ്രശാന്തയെച്ച നശിപ്പിക്കാനായി രൂപാണി ദത്തി പല പല അവതാരങ്ങളെ സ്വീകരിച്ചു വന്ന സത് അനുഗ്രഹ ഇച്ഛയ സത്തുക്കളായ ബ്രഹ്മജ്ഞന്മാരുടെ അനുഗ്രഹത്തെ ആഗ്രഹിച്ച് നിന്നെ പോലെയുള്ള അസുരന്മാരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാനായി പല പല രൂപങ്ങൾ എടുത്ത് അവതാര രൂപത്തിൽ ഇവിടെ വന്ന ആ ഭഗവാന്റെ അടുത്തേക്ക്, വീരനായ ആ ഭഗവാന്റെ അടുത്തേക്ക് നീ എത്രയും വേഗം ചെല്ലൂ. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ സകല അഹങ്കാരവും ക്ഷയിച്ച് നീ ആ യുദ്ധഭൂമിയിൽ നായ്ക്കളാൽ ചുറ്റപ്പെട്ട് മരിച്ചു വീഴും. അതോടെ നിനക്ക് മുക്തി ലഭിക്കും. അപ്പോൾ അതാണ് നിന്റെ ആ സകല അഹങ്കാരവും ക്ഷയിച്ച് എന്ന് പറയുന്നത്. അഹവും ക്ഷയിച്ചു, ദ്വൈതഭാവവും ഒക്കെ ക്ഷയിക്കും. അപ്പം നീ എത്രയും പെട്ടെന്ന് ആ ഭഗവാനെ പോയി കണ്ടോളൂ എന്നാണ് വരുണദേവൻ ഹിരണ്യാക്ഷനോട് പറഞ്ഞത്. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ 17ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇനി 18ാമത്തെ അധ്യായത്തിൽ ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹിരണ്യാക്ഷൻ നേരെ പോവുക, വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത് യുദ്ധം ചെയ്യാനായിട്ട്. അപ്പം നേരെ പോവുക ഭഗവാനെ കാണാനായിരിക്കും. കാരണം ഭഗവാനെ കണ്ട ഒരു കാരണം കൂടി വരുണദേവൻ പറഞ്ഞു, നിനക്കൊത്ത എതിരാളി ഭഗവാനാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, നീ ചെന്ന് കണ്ട ഉടനെ യുദ്ധഭൂമിയിൽ നീ മരിച്ചു വീഴും, നിന്റെ അഹങ്കാരവും ക്ഷമിക്കും, ഇല്ലാതെ ക്ഷയിച്ചു പോകും. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി കാണൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്കുകളോട് കൂടിയാണ് 17ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വിതുരർ ചോദിച്ചത് എന്താണ് ആ ശത്രുത ഉണ്ടാവാനുള്ള കാരണം എന്നാണ്. ആ